നമ്മൾ പലപ്പോഴും മടുത്തു പോകും. എത്രയോ പരിശ്രമിച്ചിട്ടും ഒന്നും നടക്കുന്നില്ല, ഒരു റിസൾട്ടും കിട്ടുന്നില്ല. ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ഒരു പേടി പോലെ തോന്നുന്നു. മൂഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പലപ്പോഴും പരിശ്രമിക്കാൻ തന്നെ തോന്നാറില്ല. എൻ്റെ സ്വപ്നങ്ങൾ, അത് എനിക്ക് എന്നെങ്കിലും നേടാൻ കഴിയുമോ? എനിക്കൊരവസരം ലഭിക്കുമോ? സംശയങ്ങൾ, വന്നുപോയ പരാജയങ്ങൾ, അവസാന നിമിഷം കൈവിട്ടുപോയ അവസരങ്ങൾ, നിയന്ത്രിക്കാൻ പറ്റാത്ത അലസത, ഒന്നിനും ഒരു ഉറപ്പുമില്ല. മനസ്സിൽ നിറയെ ചോദ്യങ്ങൾ മാത്രം. കണ്ടുകൂട്ടിയ സ്വപ്നങ്ങളെല്ലാം മാഞ്ഞു തുടങ്ങുന്നു. ഇതൊക്കെയാണോ നിങ്ങളുടെ പ്രശ്നം? തോറ്റുകൊടുക്കാതെ, പിന്മാറാതെ, ഒരിക്കലും പിന്മാറാതെ സ്വപ്നങ്ങൾ വീണ്ടും കാണാൻ പഠിക്കണം. നമ്മുടെ സ്വപ്നങ്ങളും എക്സ്ക്യൂസുകളും ഒരുമിച്ച് പോകില്ല എന്ന് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കും. സാഹചര്യങ്ങളെ കുറ്റം പറയാതെ, മറ്റുള്ളവരെ കുറ്റം പറയാതെ സ്വപ്നങ്ങൾ കാണാൻ ശ്രമിക്കുക. അതിനുവേണ്ടി പരിശ്രമിക്കുക. എത്ര നല്ല സാഹചര്യങ്ങൾ ഉണ്ടായിട്ടാണ് ഇവിടെയുള്ള മഹാന്മാരൊക്കെ അങ്ങനെ മഹാന്മാരായത്. മികച്ച ചുറ്റുപാടുകളോ സാഹചര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടല്ല. കുടുംബ പാരമ്പര്യമോ പണമോ ഒന്നും ഉണ്ടായിട്ടല്ല. അവർ അവരുടെ സ്വപ്നങ്ങൾക്ക് പിന്നാലെയാണ് പോയത്. കാരണം അവർ ലോകത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടല്ല ജീവിച്ചത്. അവരുടെ സ്വപ്നങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയിട്ടാണ് അവർ പരിശ്രമിച്ചത്. നിന്നെക്കൊണ്ട് പറ്റില്ല, നിന്നെക്കൊണ്ട് ഇതിന് സാധിക്കില്ല, നീ ഇതിൻ്റെ പുറകെ പോകണ്ട എന്ന് അവരോടും ചുറ്റുമുള്ളവർ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അവർ അതൊന്നും ചെവി കൊള്ളാതെ അവരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി അവർ നിരന്തരമായി പരിശ്രമിച്ചു. അതിൻ്റെ ഫലമായാണ് അവർ ഇന്ന് നമ്മളുടെ ലോക ചരിത്രത്തിൽ തന്നെ ഉന്നതിയിൽ നിൽക്കുന്ന മഹാന്മാരായി നമ്മൾ കാണാനും പഠിക്കാനുമുള്ള സാഹചര്യം നമ്മൾക്ക് ഉണ്ടാക്കി തന്നു. പരാതികളും കുറവുകളും പറഞ്ഞിരിക്കാതെ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തിൻ്റെ പിന്നാലെ പോകുക. അതിനുവേണ്ടി പരിശ്രമിക്കുക.